അഹമ്മദ്, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഇവിടെ ഈ SDP-യുടെ പിന്തുണ വേണ്ട എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസ് ഹൈദരാബാദിൽ മറ്റേ MIM സ്ഥാനാർത്ഥിയായിട്ടുള്ള അസദുദ്ദീൻ ഒവൈസിക്കെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അതൊരു ശരിയായ രാഷ്ട്രീയമാണോ? അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഒവൈസി പയറ്റി വരുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യമായൊരു പരിണതിയാണ്. അത് ദുരന്തമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് എത്തിച്ചേരേണ്ടതാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ ഒവൈസി കളിക്കുന്ന കളി സാറിന് മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പണി എന്താണെന്ന് വെച്ചാൽ മുസ്ലിം വോട്ടുകൾ എവിടെയൊക്കെ BJP ഇതര കക്ഷികൾ മുസ്ലിം വോട്ടുകൾ ഉന്നം വെച്ച് മത്സരിക്കുന്നിടത്തൊക്കെ ഇദ്ദേഹം പോയി മത്സരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ആത്യന്തികമായി ആർക്കാണ് നഷ്ടപ്പെടുന്നത്? തീർച്ചയായിട്ടും മുസ്ലിം വികാരം കത്തിച്ച് മുസ്ലിം വോട്ട് ക്യാൻവാസ് ചെയ്യലാണ് ഇയാളുടെ പണി. ഈ മുസ്ലിങ്ങളെ വോട്ട് ബാങ്കാക്കി കണ്ടുകൊണ്ട് അവരെ പോയി പറ്റിക്കലും വോട്ട് വാങ്ങലുമാണ് മറ്റ് സംഘടനകളുടെ പണി, BJP ഇതര പാർട്ടികളുടെ പണി. സ്വാഭാവികമായിട്ട് ലൂസേഴ്സ് ആരായിരിക്കും? ഇവരായിരിക്കും. ഈ വോട്ട്, ഇവർക്ക് കിട്ടാവുന്ന വോട്ട് ഇദ്ദേഹം ക്യാൻവാസ് ചെയ്ത് പോകും. ചിലയിടത്ത് അദ്ദേഹം ജയിക്കും, അല്ലെങ്കിൽ ഇവർ രണ്ടു കൂട്ടരും എതിരാളിയായിട്ട് കാണുന്ന BJP ജയിച്ചു കയറും. അതാണ് അതിന്റെ ഗുണം. അപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണെങ്കിൽ പോലും പലപ്പോഴും BJP-യുടെ B ടീമാണ് എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി പലതവണ ഈ ചന്ദ്രശേഖർ റാവുവും മറ്റേ ഒവൈസിയും B ടീമും C ടീമും ആണ് BJP-യുടെ എന്ന് ആരോപിച്ചിട്ടുണ്ട്. അത് പരസ്യമായി പൊതുയോഗങ്ങളിൽ വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒവൈസിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അതാണ് സംഭവം. അതെ, ഒവൈസിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു വോട്ട് ഭിന്നിപ്പ് വേണ്ട. അതൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം എന്തിനാണ് അധ്വാനിക്കുന്നത് വെറുതെ? അവർക്കൊരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ ആ മണ്ഡലത്തിൽ, ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ മുസ്ലിം വോട്ട് എത്രയുണ്ട്, അതിൽ എത്ര ശതമാനം ഒവൈസി പിടിക്കും, ആ ഒവൈസിക്ക് കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഒവൈസിക്ക് കിട്ടുന്ന വോട്ട് പ്ലസ് ഒവൈസിക്ക് എതിരെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒവൈസിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ള അതിന്റെ അർത്ഥം ആണല്ലോ, എന്നുകൂടിയാണല്ലോ. അപ്പൊ ഇവരുടെ വോട്ടും ഒവൈസിക്ക് അങ്ങോട്ട് ചാർത്തി കൊടുത്താൽ അതായിരിക്കും സൗകര്യം. തെരഞ്ഞെടുപ്പിൽ അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് ഒവൈസിക്ക് എതിരെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയാണ്. അധ്വാനിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ തോൽക്കും, ഒവൈസി ജയിക്കും. ഇനി ഒവൈസി ജയിച്ചില്ലെങ്കിൽ ആര് ജയിക്കും? BJP ജയിക്കും. അപ്പൊ അതുകൊണ്ട് വലിയ ആവശ്യമില്ലാത്ത അധ്വാനം തെരഞ്ഞെടുപ്പിൽ വേണ്ട. കാശും പണവും പിന്നെ അധ്വാനവും ചെലവഴിക്കേണ്ടതില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് കോൺഗ്രസ് വരികയാണ്. അതതിന്റെ ഒരു പോസിറ്റീവ് സംഗതി ഒരു വശം. അതിന്റെ മറുവശം എന്താ അറിയോ സാർ? സലാഹുദ്ദീൻ ഒവൈസി, ഇപ്പൊ എന്താണ് അക്ബറുദ്ദീൻ ഒവൈസി, അസദുദ്ദീൻ ഒവൈസി, അങ്ങയുടെ ബ്രദർ അക്ബറുദ്ദീൻ സലാഹുദ്ദീൻ ഒവൈസിയുടെ മക്കള്, ഒരാൾ MLA ആണ്, ഒരാൾ MP ആണ്. അപ്പോ ഈ ഒവൈസി പൊളിറ്റിക്സിന് പിന്തുണ കൊടുക്കുന്ന ഒരു കോൺഗ്രസ് ഉണ്ടല്ലോ, അതിന്റെ പതനത്തിന്റെ ആരംഭമായിരിക്കും. ആരാണ് ഒവൈസി സാർ? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നമുക്കാർക്കും അറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് അറിയണമല്ലോ. ഒവൈസി സ്വാതന്ത്ര്യത്തിന് ശേഷം പോലും ഇന്ത്യക്കകത്തൊരു പാകിസ്ഥാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ച ഹൈദരാബാദി പൊളിറ്റിക്സിന്റെ യഥാർത്ഥ അവകാശിയാണ്. പാകിസ്ഥാന്റെ കൂടെ പോയി ചേരാൻ, എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് ബലമായി പിടിച്ചെടുത്ത, സൈനികമായി പിടിച്ചെടുത്ത രാജ്യം തന്നെയാണ് അന്നത്തെ ഹൈദരാബാദ്. ആ പൊളിറ്റിക്സിന്റെ ഈ ബാക്കിപത്രമായി അതിന്റെ അവശിഷ്ടമായ ഈ ഒവൈസി കുടുംബത്തെ പിന്തുണക്കുക എന്ന് പറഞ്ഞാൽ, വിദ്യാസമ്പന്നനായ മുല്ല ആണ് അയാള്. അയാൾ പഠിച്ചിട്ടുണ്ട് നോർത്തിന്. അതെ, ലിങ്കൺ സിന്നിൽ പഠിച്ചിട്ടുണ്ട്, ലണ്ടനിൽ. അപ്പോൾ ഇയാള് വിദ്യാസമ്പന്നനായ ഇന്ത്യയിലെ ഏറ്റവും വലിയ യാഥാസ്ഥികനും ഏറ്റവും വലിയ വർഗീയവാദിയുമാണ്. ഇദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രസംഗങ്ങൾ പോലും IS പ്രവർത്തകരെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. IS-ന് അനുകൂലമായിട്ട് ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ എപ്പോഴൊക്കെ കടുത്ത മുസ്ലിം വർഗീയതയെ ഇന്ത്യയിൽ കത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൊണ്ടുപോയി കോൺഗ്രസ് തെലങ്കാനയിൽ പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കറിയാം. ദേശീയ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന് ഗൗരവം കൊടുക്കാത്തത്? ഇപ്പോൾ ഇവിടെ നമ്മുടെ വയനാട്ടില് രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടി ഈസ് ഈക്വൽ ടു പാകിസ്ഥാന്റെ കൊടിയാണ്. അങ്ങനെ വടക്കേ ഇന്ത്യയിൽ വലിയ തെറ്റിദ്ധാരണയുണ്ടായി, ഞങ്ങൾക്ക് വോട്ട് പോയി എന്നൊക്കെയുള്ള തിരിച്ചറിവിലാണല്ലോ ഇപ്പോൾ കൊടി പിടിക്കേണ്ടാൻ തീരുമാനിച്ചത്. അത്ര സൂക്ഷ്മത പാലിക്കുന്ന ഒരു AICC നേതൃത്വം എന്താണാവോ തെലങ്കാനയിലെ ഈ നിലപാടിൽ എടുക്കുന്നത്? എനിക്ക് അതിലൊരു സംശയമുള്ളത്, ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെലങ്കാന കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫിറോസ് ഖാനാണ്.
ഈ ഫിറോസ് ഖാൻ സെക്കൻഡറാബാദും ഹൈദരാബാദും ട്വിൻ സിറ്റീസ് ആണല്ലോ. സെക്കൻഡറാബാദിൽ ലോക്സഭാ സ്ഥാനാർത്ഥി അങ്ങേരാണ്. അപ്പോൾ ഈ ഒവൈസിയുടെ വോട്ട് അപ്പുറത്ത് മേടിക്കാനാണോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. ഈ ഹുസൈൻ സാഗർ ബ്രദേഴ്സ് ആണ് രണ്ടും അല്ലേ, ഈ ഹൈദരാബാദും സെക്കന്ദരാബാദും. അത് തമ്മിലുള്ള ഒരു വെച്ചുമാറ്റമാവോ? ഒരു കായലിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. വോട്ട് വെച്ച് മാറുന്ന ഒരു കളിയാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്കിൽ പോലും അത് ആത്മഹത്യാപരല്ലേ സാർ? ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. കോൺഗ്രസ് വളരെ കരുതലോടെ ഇനിയിപ്പോ ഒരു കുറച്ച് കാശ് കളഞ്ഞാൽ പോലും, വെറുതെ ആണെങ്കിൽ പോലും ഒവൈസിക്കെതിരെ മത്സരിക്കണ്ടേ? അങ്ങനെ ചെയ്താലല്ലേ മുസ്ലിം പ്രീണനല്ല. കേരളത്തിലെ SDP കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞല്ലോ, അവിടെയും ഒവൈസിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാടല്ലേ എടുക്കണ്ടേ? കറക്റ്റാണ്. ഇപ്പോ SDP വോട്ട് വേണ്ട എന്ന് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് റദ്ദായി പോയില്ലേ? അക്ബറുദ്ദീൻ ഒവൈസിയുടെ വോട്ട് വാങ്ങാമെന്നും SDP വോട്ട് വേണ്ടെന്നും പറയുന്നതിൽ എന്താ കുഴപ്പമില്ല? അക്ബറുദ്ദീൻ ഒവൈസി നടത്തിയ പാർലമെന്ററി പെർഫോമൻസും അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും വെച്ച് നോക്കുമ്പോൾ അസദുദ്ദീൻ ഒവൈസി, ഞാൻ പറയുന്ന ഒരാൾ MP ഒരാൾ ML, ഇവരുടെ ഒരു പെർഫോമൻസ് ഹൈദരാബാദിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ബീഹാറിലേക്കും തെലങ്കാനയിലും ഒക്കെ കയറിപ്പോയ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ആ പൊളിറ്റിക്സിന്റെ വോള്യം എത്ര ചെറുതാണെങ്കിൽ പോലും അതിന്റെ ഇമ്പാക്ട് വളരെ ഭീകരമായിരുന്നു. അതായത് എന്താ പറയാ, ദുഷ്ടത നിറഞ്ഞതായിരുന്നു, തിന്മ വളരെ ഭീകരമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും അവർ ഇപ്പോൾ ഈ ഹൈദരാബാദികളെ കുറിച്ച് പൊതുവേ പറയുന്ന ഒരു അപകടമുണ്ട് സാറ്, പുറത്തു പോയാൽ അറിയാം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഞാൻ കറങ്ങി നടക്കുമ്പോൾ ഇവർ പറയുന്ന വെച്ചാൽ ഒരു ഹൈദരാബാദിയെ അവർ കാണുക പാകിസ്ഥാനിയായിട്ട്. ഹൈദരാബാദി പാവങ്ങളാണ് അവർ, സാധുക്കൾ, അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അവർ പൂർവ്വപിതാക്കന്മാർ ചെയ്ത പലതാണ്. അത് ശരിയാണെന്ന് തോന്നിക്കുന്ന നിലപാടാണ് ഈ ഒവൈസിയും കൂട്ടരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് അടിയന്തരമായിട്ട് ഇടപെടേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയത്തിലല്ല, ഈ തെലങ്കാനയിലെ രാഷ്ട്രീയത്തിലാണ്. കാരണം അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒവൈസി മത്സരിക്കുന്നിടത്ത് കോൺഗ്രസ് ഇല്ല, പിന്നെയുള്ളത് NDA മുന്നണിയും BJP ആണ് എന്ന് പറഞ്ഞാൽ BJPയും ഒവൈസിയും തമ്മിൽ മത്സരിക്കുന്നത് പോലെ തന്നെയാണ് BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നത്. അവിടെ ഒവൈസി ഇല്ല. മുസ്ലിം വർഗീയതയുടെ രാഷ്ട്രീയം കോൺഗ്രസ് സ്പോൺസർ ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അതിനെ ആഗിരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു സെക്യുലർ പൊളിറ്റിക്സിന്റെയും നാഷണൽ പൊളിറ്റിക്സിന്റെയും അതെ അവര് ആ ഒരു ഭീകര രാഷ്ട്രീയം ചെറുക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങി. എന്താന്ന് വെച്ചാൽ അവിടെ വിരിഞ്ചി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ആശുപത്രി ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ഉടമയായ മാധവി ലത സാമൂഹ്യ പ്രവർത്തക, ശക്തയായ സ്ഥാനാർത്ഥിയാണ് അവര് BJP ഈ ഒവൈസിക്കെതിരെ. അപ്പോൾ അങ്ങനെ ഒരു ശക്തയായ സ്ഥാനാർത്ഥി വരുമ്പോൾ സത്യത്തിൽ ഒവൈസിയെ നിർവീര്യമാക്കാൻ വേണ്ടത് ചെയ്യാണ് കോൺഗ്രസ്. സെക്യുലർ പൊളിറ്റിക്സ് ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ അതല്ല ചെയ്തത്. അവർ മാറിക്കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവരുടെ കോൺഗ്രസിൻ്റെ ഈ ഫിറോസ് ഖാന് 49,444 വോട്ടാണ് കിട്ടിയത്. 50,000 വോട്ടുണ്ടെന്ന് കൂട്ടാം കഷ്ടിച്ച് ഹൈദരാബാദിൽ. ചിലപ്പോൾ ഇത്തവണ കുറഞ്ഞൊന്നും വരാം, എന്നാലും 50,000 വോട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറിയ കാര്യമല്ലല്ലോ. 50,000 വോട്ടുണ്ടല്ലോ, പാനൽ വോട്ടുണ്ട്. അപ്പോൾ അതാണ്, അത് വേണമെങ്കിൽ ഒവൈസി മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മാർക്ക് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഭയങ്കരമായ അപകടമാണ്, ആത്മഹത്യാപരമാണ് കോൺഗ്രസ് കാണിക്കുന്ന. ഇവിടെ ഇപ്പോൾ SDP വോട്ട് വേണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കുന്നതിനേക്കാളൊക്കെ വലിയ ഇമ്പാക്റ്റ് ആണല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒവൈസി ഇപ്പോൾ പലയിടത്തും പല സ്റ്റേറ്റിലും പോയി മത്സരിക്കുന്നുണ്ടല്ലോ അങ്ങേരുടെ പാർട്ടി. നാളെ അടുത്ത തെരഞ്ഞെടുപ്പിലോ മറ്റുമൊക്കെ അദ്ദേഹം കേരളത്തിൽ വന്ന് ഒരു 5-6 പേരെ സ്പോൺസർ ചെയ്യുന്നു. അതിന് SDP ഉണ്ടല്ലോ നിന്ന് കൊടുക്കാൻ. അതും ഒരു അപകടമല്ലേ കോൺഗ്രസ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ? സർ, ഓരോ തെരഞ്ഞെടുപ്പ് പോലും അദ്ദേഹം 1-2 സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഏർപ്പാട്, അദ്ദേഹം ദേശീയ പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും ദേശം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കമ്മ്യൂണലായിട്ട് ക്യാൻവാസ് ചെയ്യാവുന്ന മുസ്ലിം വോട്ടുള്ള ദേശത്ത് മുഴുവൻ അദ്ദേഹം പോയിട്ടുണ്ട്. ചില സ്ഥലത്ത് ദളിതുകളെയൊക്കെ പിടിക്കുന്നുണ്ട്. പ്രകാശ് അംബേദ്കറോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ പൊളിറ്റിക്സ് അല്ല ഇവിടെ SDP പയറ്റുന്നത്. എക്സാക്ട്ലി അതാ ചെയ്യുന്നവർ. SDP പയറ്റുന്നുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു അതിനൊരു ചെറിയ ഭീഷണി ഉള്ളത് ഈ വെൽഫെയർ പാർട്ടിയാണ്. അവരും ഇതേ പൊളിറ്റിക്സ് പറയുന്നു. ഒരേ അമ്മയുടെ മക്കളാണ്, ഒരേ ബീജത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് അവർക്ക് പരസ്പരം മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ഷീണമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതേ സമയത്ത്
ഇതിനെ രണ്ടിനെയും മറികടന്നുകൊണ്ട് മൂന്നാമത്തെ ഒരു അംബ്രല്ല പോലെ ഒവൈസി പൊളിറ്റിക്സ് വന്നാൽ ഒരു കാര്യം കൂടി ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഇല്ലാത്തത് എന്താണെന്നറിയോ? ഒരു നാഷണൽ ലീഡർഷിപ്പാണ്. അത് തന്നെ. അപ്പോൾ അവര് അത് ഫില്ല് ചെയ്യാൻ പറ്റും. മുമ്പ് സേട്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ നോർത്ത് ഇന്ത്യക്കാരനായ വടക്കേ ഇന്ത്യയിൽ സ്വാധീനിക്കാൻ, ഹിന്ദി ബെൽറ്റ് വരെ ഉള്ള സ്വാധീനിക്കാൻ കഴിയുന്ന, പടിഞ്ഞാറൻ വിദ്യാഭ്യാസം കിട്ടിയ, ലക്ഷണമൊത്ത പരമയാഥാസ്ഥികനായ ഒരു 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 ഹൈടെക് യാഥാസ്ഥികമായ നേതൃത്വം അതിനുവേണ്ടി ദാഹിക്കുന്നുണ്ട് കേരളത്തിലെ ഫണ്ടമെന്റൽസ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷേ നാളെ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ SDPIക്കാരെ കൂട്ടുപിടിക്കുക മാത്രമല്ല, SDPIയെയും വെൽഫെയർ പാർട്ടിയെയും കൂടി ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന ഒരു ദേശീയ മുസ്ലിം വർഗീയ സംഘടനയായി, തീവ്രവാദ സംഘടനയായി മാറാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളഞ്ഞു. ഇത് വലിയ വിപത്താണ്. ആ വിപത്തിന് ആദ്യം മറുമരുന്നിടന് തടയിടേണ്ടത് ഈ കോൺഗ്രസ് അതിൻ്റെ ഈ 100-120 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടല്ലോ, 1885 തൊട്ടുള്ള പാരമ്പര്യത്തിലെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ദേശീയത എന്ന വാക്ക്, ഈ സെക്യുലറിസം മതനിരപേക്ഷത എന്ന വാക്ക്, അതൊക്കെ ആത്മാർത്ഥമാണെങ്കിൽ അടിയന്തരമായി സ്പെഷ്യൽ വിമാനമെടുത്ത് സകല നേതാക്കന്മാരും പറന്നു പോകേണ്ടത് ഈ തെലുങ്കാനയിലേക്കാണ്. ഒവൈസിക്കെതിരായി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വേണം ബാക്കി മതനിരപേക്ഷതയുടെ വായ്ത്താരി. അത് തന്നെ ഇതുവരെ അവർ നിർത്തിയിരുന്നു. അത് നഷ്ടപ്പെടുന്നതിൻ്റെ ആരംഭമായിട്ടാണ് ഈ വാർത്തയെ നമ്മൾ കാണേണ്ടത്. അങ്ങേയറ്റ അപകടമാണ് കോൺഗ്രസിന് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ. സത്യത്തിൽ കോൺഗ്രസിന്റെ ആ പ്രകടന പത്രിക ഉണ്ടല്ലോ, 8ാം പേജില് ഈ മുസ്ലിം പ്രീണനത്തിന്റെ ആ സംഗതി, അത് ഈ ഒവൈസിയിൽ വന്ന് ഒവൈസിയുടെ കാൽക്കൽ കോൺഗ്രസ് നമിക്കുന്ന പോലെയാണ് ഇപ്പൊ കാണുന്നത്. കാൽക്കൽ കൊണ്ടുപോയി കോൺഗ്രസ് രാഷ്ട്രീയം അടിയറ വെച്ചതുപോലെയാണ് കാണുന്നത്. അത് ഈ മാതിരി ഒവൈസിമാരുടെ താടിത്തുമ്പിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തെ രക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഇന്ത്യയാണ് അനുഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പക്ഷേ സൗകര്യം പോലെ രാഷ്ട്രീയമായ താൽക്കാല ലാഭത്തിന് ഈ തൽക്കാലം ആ മണ്ഡലത്തിൽ എന്തെങ്കിലും കിട്ടിയെന്ന് വരാം, തെലുങ്കാനയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വരാം, രാഷ്ട്രീയമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വരാം. കോൺഗ്രസ് എന്നൊരു ദേശീയ പ്രസ്ഥാനം ആണ് അത് അനുഭവിക്കുക. അതുവഴി ദേശം തന്നെയാണ് അനുഭവിക്കുക.